പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിൽ അജ്മഈൻ. ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് 3 മിനിറ്റ് ടോപ്പിക്കുമായിട്ടാണ്. സഹാബാക്കളുടെ ചരിത്രം എന്ന ഒരു പരമ്പരയിലൂടെ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്വഹാബിയുടെ ചരിത്രം ഒരിക്കലും തന്നെ ഈ 3 മിനിറ്റിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റില്ല എന്ന് ശ്രോതാക്കൾക്കെല്ലാം അറിയാം. എങ്കിലും ഓർമ്മയിലേക്ക് വന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ്റെ മകൻ അലി റളിയല്ലാഹുവിൻ്റെ ജ്യേഷ്ഠൻ ജഅഫർ ബിൻ അബി താലിബ് ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു സ്വഹാബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപസാദൃശ്യവും പ്രവാചകന് ഏറെ ഇഷ്ടപ്പെട്ട സഹാബിമാരിൽ ഒരാളുമായിരുന്നു. അബിസീനയിലേക്ക് ഹിജ്റ പോവുകയും നജാസി രാജാവിൻ്റെ മുന്നിൽ വെച്ച് ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിലൂടെ ഇസ്ലാമിക ചരിത്രകാരന്മാരെ പോലും എപ്പോഴും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രഭാഷണമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നതെന്ന് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അബിസീനിയ എന്ന രാജ്യത്തെ രാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളിൽ ആകർഷണമാവുകയും ചെയ്തു. നജാസി രാജാവ് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ മിസ്ബറിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഈ അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ 2 കൈകളും വെട്ടേറ്റു തൂങ്ങിക്കിടക്കുകയും എങ്ങനെയൊക്കെയോ പതാക അദ്ദേഹത്തിൻ്റെ പെരടിയുടെയും തോളിൻ്റെയും ഇടയിൽ ഇറക്കിപ്പിടിച്ചു സൈന്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്നെല്ലാം നമുക്ക് പഠിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ അദ്ദേഹം നമ്മോട് വിട പറയുകയും അദ്ദേഹത്തിന് ഉന്നതമായ പദവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോയി ആസ്വദിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിക്കുകയും എല്ലാം ചെയ്ത സംഭവങ്ങളുണ്ട്. നജാസി രാജാവിൻ്റെ മുന്നിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗം ഈ ഒരു സമയത്ത് വിശദീകരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മറ്റൊരു സമയത്തേക്ക് ഞാൻ നീട്ടിവെക്കുകയാണ്. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.